വിഷയം തന്നെ സുഹൃതം വയോജന സംഗമം എന്ന പരിപാടിയാണ്. അപ്പൊ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും തന്നെ പല ജീവിതത്തിന്റെ കാലഘട്ടങ്ങളിലൂടെ കഴിഞ്ഞ് പല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് വിജയിച്ചവരാണ് ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിന് വളരെയധികം പ്രശ്നങ്ങളായാലും ഒരു അന്യോന്യം സ്നേഹമില്ലാത്ത ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമൂഹത്തെ നമുക്കറിയാം. എന്നാൽ അതെല്ലാം ഉണ്ടായത് നമ്മുടെ ആ കുടുംബാന്തരീക്ഷം പണ്ട് അച്ഛനും അമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ഇന്ന് അണുകുടുംബം എന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ ഈ സുഹൃതം വയോജന സംഗമം എന്ന മഹനീയമായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ബഹുമാന്യനായ വെട്ടിക്കോല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് രഞ്ജിത് കുമാർ അവരെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും പ്രിയപ്പെട്ട ആദരണീയരായ മാതാപിതാക്കളെ, പുരുഷജനങ്ങളെ, പ്രിയമുള്ളവർ, ശ്രീ കലേവരം ജോസിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനാഥരെ സനാഥരാക്കുന്ന മഹത്തായ കർമ്മത്തിന് നേതൃത്വം കൊടുക്കുന്നു. വെട്ടിക്കോല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആദരവും കടപ്പാടും സ്നേഹവും ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ ആദ്യമായി ഞാൻ പങ്കെടുത്ത ഒരു പ്രോഗ്രാമായിരുന്നു അത്. അതിന് മുംബൈ വിളിച്ച ചടങ്ങ് ഇതാണ്, പക്ഷേ മുംബൈ വന്നത് അതാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ വരിക, നിങ്ങളെയൊക്കെ കാണുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിർവരമ്പുകളില്ലാത്തൊരു ഗ്രാമമാണ് എൻ്റെ ഗ്രാമം. നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു മഹത്തായ സന്ദേശം ഈ രാജ്യത്തിന് കൊടുത്തുകൊണ്ട് നമ്മൾ ഒത്തൊരുമയോട് ജീവിക്കുവാൻ ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് എൻ്റെ കോർഡിനേറ്റർ ശ്രീകുമാറിനോടും അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം നല്ല രീതിയിൽ നടത്തുന്ന ശ്രീ കലേവരം ജോസിനും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. പ്രസ്ഥാനം തുടങ്ങി 94 മുതൽ എല്ലാ വർഷവും ആശ്രയ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ അതിശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായിട്ടൊരു നാടകം ഞങ്ങൾക്കുണ്ട്. പ്രൊഫഷണൽ നാടകമാണ്. പൈസ തരാം. ശരി സാർ, ശരി സാർ. ഏകസ്വരൂപാനിൻ കാലിണ കൈവണങ്ങുന്നു ഞങ്ങൾ. ഇരുപത് വാർഡിൽ നിന്നായിട്ട് 40 ആളുകൾക്ക് ഇവിടെ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പൊന്നാട അണിയിക്കുന്നുണ്ട്. ആശ്രയയുടെ സ്നേഹോപകാരം അദ്ദേഹത്തിന് ആദ്യമേ തന്നെ ഞാൻ സമർപ്പിക്കുകയും ചെയ്യുന്നു. നിരാലംബരും നിസ്സഹായരുമായ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന, സംരക്ഷിക്കുന്ന ഈ സ്ഥാപനം അവരുടെ ശരീരത്ത് മുറിവുകളിൽ തൊട്ട് തലോടി സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കുന്ന ഈ കലേവരം ജോസിന് ഹൃദയത്തിൽ നിന്നൊരു കയ്യടി കൊടുക്കണമെന്നാണ് എനിക്ക് ഇത് എത്ര ജോസ്മാരെ നാട്ടിലുണ്ട്. സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ കലാപ്രവർത്തനങ്ങൾക്ക് പദ്ധതികൾ തയ്യാറാക്കി തന്നാൽ അതിന് പൂർണ്ണമായ സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ചെയ്യാം എന്ന കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനിലും ഗവൺമെൻറ്റിൻ്റെ സഹായം നിങ്ങളുടെ സ്ഥാപനത്തിന് ലഭ്യമാക്കാൻ കഴിയും. ജില്ലാ പഞ്ചായത്ത് അംഗം ലക്ഷ്മി ഇവിടെ എത്തിയിട്ടുണ്ട്, മറ്റ് എല്ലാ ജനപ്രതിനിധികളും എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഈ സുഹൃതം 2024 വയോജന സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.